മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാലും പ്രോഫിറ്റ് മാത്രം കിട്ടും സക്കീർ ബായ്ക്ക്. കേട്ടിട്ട് ചിരി വരുന്നു അല്ലെ? എന്നാൽ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ചിരി പോയി അത്ഭുതമായി മാറും. ഹായ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. അത്തരത്തിലൊരു ടൂളാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ ചെറിയ ക്യാപിറ്റലുള്ള ആളുകൾക്കും വലിയ ക്യാപിറ്റലുള്ള ആളുകൾക്കും റിസ്കിനനുസരിച്ചിട്ട് ലോട്ട് സൈസ് ചെറുതാക്കിയും വലുതാക്കിയും ഡിപ്ലോയ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ടൂളാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ബൈ ദ വേ, എന്റെ പേര് ഫർഹാൻ. 5 വർഷമായി മാർക്കറ്റിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് പോവാം. ഹായ് ആൾ, മാർക്കറ്റിൽ ഒരു മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെ, അക്ഷരാർത്ഥത്തിൽ ഒരു മായാജാലം തന്നെ കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ വലത്തെ സൈഡിൽ കാണുന്നത് ഗോൾഡിന്റെ 5 മിനിറ്റ് ചാർട്ടാണ്. സെൻട്രലിൽ കാണുന്നത് മീറ്റാ ട്രേഡർ 5 മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മീറ്റാ ട്രേഡർ 5 ലാപ്ടോപ്പ് ആപ്ലിക്കേഷന് നമ്മൾ നമ്മുടെ ടൂൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ടൂള് എന്ന് പറയുമ്പോൾ ഒരു ആൽഗോ ടൂളാണ്. ആൽഗോ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ കോഡിംഗ് ആണോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ്. ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യുക, ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, അതുപോലെ എത്ര ാണ് നമ്മൾ എടുക്കാൻ തയ്യാറുള്ള റിസ്ക് എന്നുള്ളത് സെറ്റ് ചെയ്യുക. അത് മാത്രം മതി. ബാക്കി എല്ലാം ആൽഗോ ചെയ്യും. പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ ടാർഗറ്റ് ബുക്ക് ചെയ്യല്, SL ബുക്ക് ചെയ്യല്, ടാർഗറ്റ് ട്രെയിലിങ്, കോമ്പൗണ്ടിങ്, അതുപോലെ പിരമിഡിങ്, SL ട്രെയിലിങ്, ഈ ആവറേജിങ്, ഈ കാര്യങ്ങളെല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ട് അതിവേഗത്തിൽ ആൽഗോ ചെയ്യും. അപ്പോൾ അത് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നിൽക്കുകയാണ്. നമ്മൾ കാണുന്നത് ഗോൾഡിന്റെ 5 മിനിറ്റ് ചാർട്ട്. ഗോൾഡ് ഡൗൺ സൈഡിലേക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രേഡ് എടുക്കുന്നത്. 61,29,725 നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്. നമ്മൾ 3 ലക്ഷമാണ് 3 ലക്ഷം രൂപയാണ് നമ്മുടെ ലോസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. റണ്ണിങ് PNL -3 ലക്ഷം എന്ന് കാണിച്ചാൽ നമ്മുടെ എല്ലാ ട്രേഡും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആൽഗോ ആക്ടിവേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. EMA ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ വലിയ ക്യാൻഡിലുകൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ. നമ്മളുടെ ഫസ്റ്റ് ട്രേഡിന്റെ പ്രൈസ് 4107.953, 4108 എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ട്രേഡിന്റെ ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊസിഷനുകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. കറന്റ് ഒരു പൊസിഷനെ റണ്ണിംഗ് ഉള്ളൂ. പൊസിഷൻ ഇവിടെയും കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. യെസ്, നമ്മൾ എടുക്കുന്ന സമയത്ത് ക്രോസ് ഓവർ നടന്നിരുന്നു. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തത് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. യെസ്, ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. കണ്ടോ, മാർക്കറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. പക്ഷേ ഇവിടെ 2000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റിലേക്ക് പോകുന്ന സമയത്താണത്. വെയിറ്റ് ചെയ്യാം നമുക്ക്. കാണുന്നുണ്ടല്ലോ, മാർക്കറ്റ് പോയത് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ നമ്മുടെ കറന്റ് PNL പ്രോഫിറ്റ് ആണ്. റിയലൈസ്ഡ് PNL 3000 രൂപ നമുക്ക് റിയലൈസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ആണ് ചെറുതായിട്ട് മൂവ് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ട്രേഡിന്റെ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ടൂള് റിയാക്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ എസ് എൽ 3 ലക്ഷം രൂപയാണ്. അഥവാ നമ്മുടെ ക്യാപിറ്റലിന്റെ 5%. ഇവിടെ ഒരു പൊസിഷൻ ബുക്ക് ചെയ്ത് കണ്ടോ, മാർക്കറ്റ് പോകുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ നമ്മൾ കുറെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വം മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തതാണ്, എന്നിട്ട് കൂടി നമ്മൾ പ്രോഫിറ്റിലാണ്. അതാണ് ഞാൻ മാർക്കറ്റിൽ ഒരു മാജിക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തുടങ്ങിയത്. യെസ്, മേജർ മൂവ് വന്നിട്ടുണ്ട്, വലിയ മൂവ് വന്നിട്ടുണ്ട്. ഇതിന് ആൽഗോ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, വളരെ വേഗത്തിൽ മാർക്കറ്റ് നമ്മൾ ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. 8 പൊസിഷനാണ് മാക്സിമം ഓപ്പൺ ആവുക. അതിൻ്റെ ഇടയിൽ ആൽഗോ പൊസിഷനുകൾ അതിവേഗം പ്രോഫിറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഉണ്ടല്ലോ, സൂപ്പർ ഫാസ്റ്റ് ആണ് എക്സിക്യൂഷൻ. യെസ്, 8 പൊസിഷനാണ് നമ്മൾ മാക്സിമം വെച്ചിട്ടുള്ളത്. 8 പൊസിഷൻ നമ്മൾ കണ്ടിട്ടുള്ള എസ് എല്ലിന്റെ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ 8 പൊസിഷൻ എന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പൊ 4 പൊസിഷനുകളാണ് റണ്ണിങ് ഉള്ളത്. കറന്റ് സിറ്റുവേഷനിൽ നോക്കൂ, കറന്റ് സിറ്റുവേഷനിൽ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ആണ് പോയിട്ടുള്ളത്. റണ്ണിങ് പി എൻ എൽ 27,000, റിയലൈസ്ഡ് പി എൻ എൽ 20,000 അടുത്ത് നമ്മൾ റിയലൈസ് ആയിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആണ് ആൽഗോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോലും ആൽഗോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ 40,000-ലേറെ രൂപ, 40,000-ന്റെ അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോയ സമയത്താണിത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്താൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ഇവനിലായിരിക്കും. മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയിട്ട് പോലും നമുക്ക് ബ്രേക്ക് ഇവനിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യമല്ല. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ലെവൽ ഇവിടെ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചത്. വെയിറ്റ് ചെയ്യണം നമ്മൾ. മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ക്ലോസ് ചെയ്യാം. നമ്മുടെ ലോട്ട് സൈസ് കുറച്ച് വലുതാണ്, മൈക്രോ ലോട്ടല്ല മിനി ലോട്ടാണ്. അതുകൊണ്ടാണ് പി എൻ എൽ ഇത്ര വലിയ എമൗണ്ട് കാണിക്കുന്നത്. മൈക്രോ ലോട്ട് ആണെങ്കിൽ ഇതിന്റെ 10-1 നമ്മുടെ പി എൻ എൽ കാണിക്കുള്ളൂ. എന്നാലും കുറച്ചും കൂടി വലിയ ക്യാപിറ്റലുള്ള ആൾക്കാരാണെങ്കിൽ, വലിയ റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഒരു 10 ഇരട്ടി കൂടി പി എൻ എൽ കാണിക്കും, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും. യെസ്, മാർക്കറ്റ് വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. ഓപ്പോസിറ്റ് പോകുന്നുണ്ട് മാർക്കറ്റ്. ഇവിടെ നോക്കൂ,
നമുക്ക് 50,000-ലേറെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റണ്ണിങ് P&L -40,000 ആണ്. വെയിറ്റ് ചെയ്യാം നമുക്ക്. റിസ്ക് മാനേജ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ടൂള്. 60,000-ലേറെ രൂപ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു പ്രോഫിറ്റ് ആയിട്ട്. ആൾക്കവിടെ SL മോഡിഫൈ ചെയ്യുന്നതും അല്ല നമുക്ക് കാണാം. SL ട്രെയിൽ ചെയ്യുന്നത്, ഓരോ ട്രേഡ് ക്ലോസ് ആവുന്ന സമയത്തും ആ ടാർഗറ്റ് അടിച്ചിട്ടാണോ അതല്ലെങ്കിൽ ട്രെയിലിംഗ് SL അടിച്ചിട്ടാണോ ക്ലോസ് ആവുന്നത് എന്നൊക്കെ നമുക്കിവിടെ കാണാം. ഫോണിന്റെ സ്ക്രീന് ലോക്ക് ആവുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പോസിറ്റ് ആയി എന്ന് മനസ്സിലായാൽ നമുക്ക് ഇറങ്ങാമാണെങ്കിൽ, സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ലോസ് വന്നിട്ടുണ്ടാവുകയാണ് ചെയ്യാം. ഇവിടെ പക്ഷെ നമുക്ക് ലോസ് ഇല്ല, മാർക്കറ്റ് പോയത് ഓപ്പോസിറ്റ്, എന്നിട്ട് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ഇറങ്ങാം അല്ലെങ്കിൽ ബ്രേക്ക് ഇവനിൽ ഇറങ്ങാം. ഇതിലെ ഗെയിം കിടക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ്. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് പൊസിഷനുകൾ തീരുമാനിക്കുന്നതിലും അതുപോലെ നമ്മുടെ റിസ്കിന്റെ എമൗണ്ട് തീരുമാനിക്കുന്നതിലൊക്കെയാണ്. മാർക്കറ്റ് വീണ്ടും ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ P&L 1,00,000, റണ്ണിങ് P&L 1,00,000 ആണ്. മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി അതിന്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ ആൽഗോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. 90,000-ലേറെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് P&L നമുക്ക് -N ആണ്. ഇപ്പോൾ നോക്കാം നമുക്ക് എന്താവാന്ന്. നമ്മുടെ ലെവലിൽ നിന്നും മാർക്കറ്റ് നല്ലൊരു മൊമെന്റം വന്ന് ഓപ്പോസിറ്റ് പോയിട്ടുണ്ട്. എല്ലാം നമ്മുടെ ബൈ ട്രേഡ് ആണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റും, നമ്മുടെ ട്രേഡുകൾ മൊത്തം ബൈ സൈഡിലേക്കുള്ള ട്രേഡും. പക്ഷെ എന്നിട്ട് കൂടി നമുക്ക് ഇത്ര വന്നിട്ടും നമ്മളിപ്പോഴും ബ്രേക്ക് ഇവനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാജിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 17 മിനിറ്റ് ആയി. വീഡിയോ സ്റ്റോപ്പ് ചെയ്യണോ? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഇറക്കിയാലും നമുക്ക് പ്രോഫിറ്റ് ആണ്. റിയലൈസ് ചെയ്ത പ്രോഫിറ്റ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് P&L-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇറങ്ങിയാലും നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാവും.
നമ്മുടെ മാർജിൻ 4 പൊസിഷനാണുള്ളത്. അതിന് യൂസ് ചെയ്തിട്ടുള്ള മാർജിൻ 39,000 രൂപയാണ്. 39,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ 1,00,000-ലേറെ ആയിട്ടുണ്ട്. 1,00,000-ലേറെ റിയലൈസ് 1,20,000-ലേറെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ്. മാർജിന് 60,000-ഓളേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൽഗോ ഒരു പൊസിഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ എത്രയോ ട്രേഡുകൾ ആൽഗോ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, എത്രയോ പ്രോഫിറ്റ് മേക്ക് ചെയ്തു. നമുക്കൊരിക്കലും ഇതിങ്ങനെ മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 6 പൊസിഷൻ ആയിട്ടുണ്ട്. ഒരു 1,30,000-ലേറെ നമ്മൾ റിയലൈസ് ചെയ്ത പ്രോഫിറ്റാണ്. റണ്ണിങ് PNL 70,000 ആണ്, മൈനസ് ആണ് 80. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മാജിക്. മാർക്കറ്റ് നമ്മളെ പെടുത്തുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ടൂളാണിത്. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ഇനി തീരുമാനം എടുക്കാം, ഇറങ്ങണോ ഹോൾഡ് ചെയ്യണോ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മാർജിൻ 1,00,000-ലേറെ ഒരിക്കലും പോയിട്ടില്ല. 1,00,000-ലേറെ പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. 6 പൊസിഷൻ ഉണ്ടായപ്പോൾ 80,000-ന്റെ അടുത്തായിരുന്നു നമ്മുടെ മാർജിൻ വന്നിരുന്നത്. നമ്മുടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള മാർജിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1,20,000 റിയലൈസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ താങ്ക് യു. ഒരുപാട് 20-21 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള മാജിക് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1,40,000-ലേറെ നമ്മളെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്തതുണ്ട്. റണ്ണിങ് PNL 1,00,000 മൈനസ് ആയിട്ടുണ്ട്. മൈനസ് 1,00,000 നമ്മുടെ റണ്ണിങ് PNL ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് നമ്മളെ ട്രാപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ട്രാപ്പിലാവാതിരിക്കാനുള്ള, മറിച്ച് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ടൂളാണിത്. നമ്മുടെ ലെവലിൽ നിന്നും $23 മാർക്കറ്റ് താഴോട്ട് വന്നിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ പ്രോഫിറ്റിലാണ് എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് മെല്ലെ റിവേഴ്സ് വന്നാൽ, നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ ഹൈലി പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്താൽ നമുക്കൊരു 50,000-ഓളം പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഈ എല്ലാ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എല്ലാം റിയലൈസ് ചെയ്താൽ. ഓക്കെ, നമ്മൾ ഏഴ് പൊസിഷൻ ആയിട്ടുണ്ട്. യെസ്, മാർക്കറ്റ് പിന്നെയും ഓപ്പോസിറ്റാണ് പോകുന്നത്. പക്ഷെ ആൽഗോ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇരുപത്തിനാല് മിനിറ്റായി. 1,60,000-ലേറെ. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരുപാട് സമയമായി. അപ്പോൾ മാജിക് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ പൊസിഷൻ എല്ലാം ക്ലോസ് ആയി. കണ്ടോ, എല്ലാ പൊസിഷനും ക്ലോസ് ആയപ്പോഴും റണ്ണിങ് PNL 1,00,000-ലേറെ ഉണ്ടായപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റിലാണ്. 50,000-ലേറെ പ്രോഫിറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ടൂള് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക്.
താങ്ക് യു ഫോർ വാച്ചിങ്.